ഹായ് മക്കളെ, ഇന്നലെ ഞാൻ ശരിക്കും നല്ല സന്തോഷത്തോടെയായിരുന്നു കീമിനെ കുറിച്ചുള്ള ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് പലർക്കും എക്സാം സെൻറ്ററുകൾ രണ്ടാമത് അഡ്മിറ്റ് കാർഡ് വന്നപ്പം വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടിയിട്ടില്ല, സ്വന്തം ജില്ലയിൽ, വീടിൻ്റെ അടുത്ത് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാറ്റിയിട്ടോ, സ്വന്തം ജില്ലയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ ആ വീഡിയോയുടെ താഴെയുള്ള നിങ്ങളുടെ കമൻറ്റ് കണ്ടപ്പം എനിക്ക് മനസ്സിലായത് ഇപ്പോഴും ഒരുപാട് കുട്ടികൾക്ക്, പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് എന്താണ് ഒരുപാട് അകലത്ത് തന്നെയാണ് സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടുള്ള ആൾക്കാർക്ക് കോട്ടയവും എറണാകുളവും തിരുവനന്തപുരവും ആണ് സെൻറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ നേരെ തിരിച്ച് പത്തനംതിട്ടയും തിരുവനന്തപുരമുള്ള ആൾക്കാർക്ക് മലപ്പുറത്തും കോഴിക്കോടാണ് സെൻറ്റർ വന്നിട്ടുള്ളത്. ഇത് സത്യമാണെങ്കിൽ, ഇത് ശരിയാണെങ്കിൽ ഒരു സംശയമില്ല, ഇത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നിങ്ങൾ ഈ എക്സാം സെൻറ്ററുകൾ മാറ്റിക്കൊണ്ട് പരീക്ഷിക്കുന്നത് കുട്ടികളുടെ ഭാവി വെച്ചാണ്, അല്ലെ കളിക്കുന്നത് കുട്ടികളുടെ ഭാവി വെച്ചാണ്. കാരണം കീം പോലത്തെ ഒരു എൻട്രൻസ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട കോളേജിൽ, ഏറ്റവും കേരളത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ ഏറ്റവും നല്ല ബ്രാഞ്ച് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു രാത്രിയത്തെ യാത്ര, ആ യാത്ര കഴിഞ്ഞിട്ടാണ് കുട്ടികൾ എത്തുന്നത്. കാരണം ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നന്നായിട്ട് സ്കോർ ചെയ്താൽ മാത്രം പോരാ, ബാക്കിയുള്ളവരെക്കാൾ നന്നായിട്ട് നമ്മൾ സ്കോർ ചെയ്യണം, അല്ലേ, കോമ്പറ്റീറ്റീവ് എക്സാമിന്. ഇവിടെ എന്താണ്, നമുക്ക് മിനിമം ഈ ഒരു ദുരിതം കാരണം മിനിമം ഒരു 50 മാർക്കോളം കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, അതായത് ഞാൻ മിക്കവാറും ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും പല ആവശ്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് ഞാൻ പോകാറുണ്ട്. പക്ഷേ അപ്പോഴൊന്നുമില്ലാത്ത ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു മഴയത്ത് എറണാകുളത്ത് പോയപ്പോൾ ഞാൻ അനുഭവിച്ചു. എൻ്റെ ഒരു പ്ലാനും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിലെ പ്രത്യേകിച്ച് സിറ്റികളുടെ അവസ്ഥ. അപ്പം ഒട്ടും പരിചയമല്ലാത്ത ഒരു സിറ്റിയിൽ ഈ ഒരു മഴക്കാലത്ത് കുട്ടികൾ യാത്ര ചെയ്ത്, അതും 8, 10, 12 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പോയി പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് രണ്ടാമതായിട്ട് നിങ്ങൾ ഈ സെൻറ്ററിൻ്റെ ആദ്യമായിട്ട് അഡ്മിറ്റ് കാർഡ് കൊടുത്തത് 29-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. അതായത് 5-ാം തീയതി തുടങ്ങുന്ന എക്സാമിന് ഒരാഴ്ച മുമ്പ് മാത്രമാണ് നിങ്ങൾ സെൻറ്റർ കൊടുത്തത്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ കുട്ടിക്ക് പോലും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. ഇനി ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തലേന്നുള്ള തത്കാൽ ബുക്കിങ്ങാണ്. ഒരു കാരണവശാലും അത് കിട്ടാൻ പോകുന്നില്ല. 100-ഓ 200-ഓ സീറ്റുകളാണ് സാധാരണ തത്കാൽ ഉണ്ടാവാറുള്ളത്. ആൻഡ് ഇങ്ങനൊരു എക്സാം ഉണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് സീറ്റ് വേണ്ടി വരും. ഉറപ്പായിട്ടും ഒരുപാട് കുട്ടികളുടെ യാത്ര പ്രശ്നവും. ആൻഡ് ഇങ്ങനെ ബസ്സിലൊക്കെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരമൊക്കെ യാത്ര ചെയ്തിട്ട് പിറ്റേ ദിവസം പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് ഈ കുട്ടികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്, അനീതിയാണ്. അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ എന്താണ്, ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് അതിൻ്റെ ചിലവ് കാര്യങ്ങൾ ഒക്കെ എന്താണ് പലർക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു എക്സാം സെൻറ്റർ അനുവദിക്കുന്നതിലെ അനാസ്ഥ കാരണം ഒരുപാട് അർഹതപ്പെട്ട കുട്ടികൾക്ക് നമുക്കിഷ്ടപ്പെട്ട കോളേജും സീറ്റും ഇത്തവണ കിട്ടാതാവാൻ പോവാണ്. ആൻഡ് ഇത് അനാസ്ഥ എന്ന് പറയാൻ കാരണം ആദ്യം പറഞ്ഞത് ജൂൺ 1-ാം തീയതി ആയിരുന്നു, 1 മുതൽ നിങ്ങൾക്ക് പരീക്ഷ തുടങ്ങുന്നായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, അത് 5-ാം തീയതി മുതലാക്കി. എനിക്ക് തോന്നുന്നു 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഈ 1 മുതൽ 4-ാം തീയതി വരെയുള്ള സെൻറ്ററുകളൊന്നും സീറ്റുകളൊന്നും എന്താണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇപ്പോഴും സമയമുണ്ട്, നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ശിവൻകുട്ടി സാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താണ്, ബിന്ദു ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്തത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, കാലങ്ങളായിട്ട് JEE എന്ന് മുതലാണോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തുടങ്ങിയത് അന്ന് മുതൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് 2 ഷിഫ്റ്റിലാണ് പരീക്ഷ നടത്തുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ ഈ കീം മാത്രം ഒരു ഷിഫ്റ്റിൽ നിങ്ങൾ നടത്തുന്നു? എന്തുകൊണ്ട് 2 ഷിഫ്റ്റ് നിങ്ങൾക്ക് നടത്തിക്കൂടാ? ആ 2 ഷിഫ്റ്റിൽ നടത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം സെൻറ്ററുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സാമുകൾ നടത്താൻ പോകുന്നത്. 2 ഷിഫ്റ്റിൽ നടത്തിയാൽ തീരുന്ന വിഷയം മാത്രമേ ഉള്ളൂ. സോ ഇനിയും സമയമുണ്ട്. കാരണം ടിക്കറ്റ് ബുക്ക് ചെയ്യലും യാത്ര പ്ലാൻ ചെയ്യലൊക്കെ ആൾക്കാർ ടെൻഷൻ അടിക്കുന്നുണ്ടാകുമെങ്കിലും ഒരാൾക്കും നടന്നിട്ടുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ 5-ാം തീയതി തന്നെ ഇനി പരീക്ഷ തുടങ്ങാൻ പറ്റുള്ളൂ. അത് നേരത്തെ ആക്കാനൊന്നും പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യണം, ഒരു ഷിഫ്റ്റിന് പകരം 2 ഷിഫ്റ്റ് നടത്തിയിട്ട് ഒന്നും കൂടെ നിങ്ങൾ ആ സോഫ്റ്റ്വെയറിൻ്റെ ബഗ് ഒന്ന്
ബഗ് ഒന്ന് പരിഹരിച്ചിട്ട് ഒന്നും കൂടെ നിങ്ങൾ എക്സാം സെൻറ്റർ അസൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്കുറപ്പാണ് ഈ ഒരു കഷ്ടപ്പാട് ഭൂരിഭാഗം കുട്ടികൾക്കും ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പല കമൻറ്റും എനിക്കുണ്ട്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് സെൻറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് 1 മണിക്കൂർ അപ്പുറമാണ് കിട്ടിയത്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാറില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഭാഗ്യമുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് തൊട്ടടുത്ത് തന്നെ കിട്ടാറുണ്ട്. ഇപ്പം നീറ്റ് എടുത്തോട്ടെ, JEE ഒക്കെ എടുക്കുകയാണെങ്കിലും എന്താണ്, ഇപ്പോൾ വടകരയുള്ള ചില ആൾക്കാർക്ക് എന്തായിരിക്കും, ഫറൂഖിലായിരിക്കും ഇത് കിട്ടുക. അതായത് തൊട്ടടുത്ത് സെൻറ്റർ ഉണ്ടെങ്കിലും ചിലപ്പോൾ ദൂരെ തന്നെയാണ് കിട്ടുക. നമ്മൾ വിചാരിച്ച, നമ്മൾ അപ്ലൈ ചെയ്ത ജില്ലയിൽ തന്നെ നമുക്ക് തരാൻ മാത്രമേ അവരെ കൊണ്ട് കഴിയുള്ളൂ. അതെവിടെയാണെങ്കിലും നിങ്ങളത് സന്തോഷപൂർവ്വം ആക്സെപ്റ്റ് ചെയ്യുക. 1 മണിക്കൂറോ 2 മണിക്കൂറോ യാത്ര നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, നമ്മളെ കൊണ്ട് പറ്റേണ്ടതാണ്. പക്ഷേ അത് 10-12 മണിക്കൂറാവുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ കൊടിയ അനീതിക്ക് ഇപ്പോഴും അവസരമുണ്ട് പരിഹരിക്കാൻ. നിങ്ങളത് പരിഹരിക്കണം. ആൻഡ് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്, തുടക്കം മുതൽ നിങ്ങൾ കീം പ്രഖ്യാപിച്ച അന്ന് മുതൽ എന്താണ്, അനാസ്ഥയുടെ ഒരു പട തന്നെ ഇതിൽ നടന്നിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് സിലബസിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നത്, സാറേ സിലബസ് എന്താ ഇടുക, അത് കഴിഞ്ഞ തന്നെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ എന്താണോ കഴിഞ്ഞ വർഷത്തെ സിലബസ് അത് തന്നെയാണ് നിങ്ങൾ ആദ്യം വന്നത്. ഡിലീറ്റഡ് പോർഷന് ഉള്ളത് പോലും നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആൻഡ് പിന്നെ ഏകദേശം 1 മാസത്തോളമാണ് നിങ്ങൾ എന്ത് ചെയ്ത് ഡിലീറ്റഡ് പോർഷൻ ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുക്കാൻ നിങ്ങൾ എടുത്തത്. അത് തന്നെ ഭയങ്കര തെറ്റാണ്. എത്ര കുട്ടികളാണ് ചെയ്തിട്ടുണ്ടാവുക ഇത് പഠിക്കണോ വേണ്ടി. കാരണം പല പാഠത്തിൻ്റെയും ഇടയിലൊക്കെയാണ് ഡിലീറ്റഡ് പോർഷൻ വന്നിട്ടുള്ളത്. പഠിക്കണോ വേണ്ടിയോ എന്നുള്ള സംശയത്തിൽ കുട്ടികൾ എന്ത് ചെയ്തു, ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം എക്സാം സെൻറ്റർ ഇങ്ങനെയാണെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് CBT എക്സാം നടത്താൻ പോകുന്നത്. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ശക്തമായിട്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നാലും എന്താണ്, എനിക്ക് ടെൻഷൻ ഉണ്ട്. പരീക്ഷ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യാതെ റീസ്റ്റാർട്ടായി പോവുക, അങ്ങനെ പലതും നടക്കാൻ സാധ്യതയുണ്ട്. ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നിങ്ങളത് ടെസ്റ്റ് ചെയ്യണം. കാരണം കുട്ടികളുടെ ഭാവിയാണ്. അതായത് ഒരൊറ്റ കുട്ടിക്ക് സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും തകരാറ് കാരണം മര്യാദയ്ക്ക് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു തോൽവിയാണ്. അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ നിങ്ങൾ നടത്തുന്നതിൽ തന്നെ അർത്ഥമില്ല. കാരണം ഇത് നീതിപൂർവമായ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ 2 കാര്യങ്ങൾ മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. 1, 2 നേരം പരീക്ഷയാക്കുക, സെൻറ്ററുകൾ ഒന്നും കൂടെ മാറ്റി അലോട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഭൂരിഭാഗം കുട്ടികൾക്ക് സ്വന്തം ജില്ലയിൽ തന്നെ കിട്ടും. രണ്ടാമതായിട്ട് മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്യുക. ആ പരീക്ഷ നടത്തുന്ന സോഫ്റ്റ്വെയർ കുറേ തവണ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എല്ലാം ഓക്കെ അല്ലേ നോക്കാം. അന്ന് കൊളായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രമാത്രം.